സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് നനച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വാത്സല്യമുള്ളവരെ, ദൈവത്തിന്റെ വലിയ കൃപയാൽ വിവാഹ കൂദാശയുടെ രണ്ടാം ഭാഗവും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, സഭയിലും സമൂഹത്തിലും അറിയുന്നു. On behalf of the entire clergy and on behalf of the whole congregation, we congratulate you and announce your wedding as official and pronounce you for the first time as Mr. and Mrs. or Reverend Deacon Samuel and Mrs. Lindsay. May God bless you. ഇവരുടെ കാര്യങ്ങളിലൂടെ ഈ സമയത്ത് അറിയിക്കുവാനുണ്ട്. സമാപന ശുശ്രൂഷ ഉണ്ട്. അത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുകയാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തുടർന്ന് മാതാവിന്റെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കുന്നു, കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. അതിനുശേഷം സഭയുടെ സത്യവിശ്വാസം പ്രഘോഷിക്കുന്ന വിശ്വാസകുമാരം ചൊല്ലിയതിനു ശേഷം ഒക്കെയോ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയാണ് ആശീർവാദം നടത്തുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് മറ്റൊരർത്ഥമുള്ളത്, ഈ കുടുംബം ആദ്യമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ശമാശം സഹധർമ്മിണിയുമാണ് ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ നയിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ കുടുംബം ഇവിടെ ജനിക്കുകയാണ്. ഒരു കാര്യം ഇവിടെ ഉള്ളത്, ഈ ശമാശന്റെ ആത്മീയ പിതാവ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരോടും ഒരു വാക്ക് നന്ദി പറയുവാനുള്ള ഉത്തരവാദിത്വവും കഴിയുന്നതായി നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന മാർത്തോമ ജയ്പൂർ ഇടവകയോട്, ഇവിടെ നടന്നു വന്നിട്ടുള്ള പുണ്യ വൈദിക ശ്രേഷ്ഠരോട്, ശമാശന്റെ പച്ചപ്പനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോട് എല്ലാം എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് അറിയിക്കുന്നു. ശമാസിനെ കുറിച്ച് ഞാനിങ്ങനെ ഓർത്തപ്പോൾ ശമാസിന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. ശമാസിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല. ശമാസിനെ പഠിക്കാനായിട്ട് വിടുകയാണ്. MA ശ്രദ്ധയിലാണ് ശമാസിനെ പഠിക്കാനായിട്ട് വിടുന്നത്. മോളോട് വെച്ച് മലയാളി പറയാവുള്ളൂ, ആരാധനയും മാത്രമേ സൂര്യനെ ഉപയോഗിക്കാവുള്ളൂ. അതിനുശേഷം സഭയുടെ പല കാര്യങ്ങളിലായിട്ട് സെമിനാരിയിലും ഒക്കെ ആയിട്ട് ശമാസിനെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇവിടുത്തെ പ്രത്യേകമായിട്ട് തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പ്രത്യേകമായിട്ട് ആരോപിക്കുന്നു. ഈ ആഴ്ച വിവാഹത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽ മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള വാങ്ങിപ്പിൻ്റെ നോമ്പാണ്. ആ കാലത്ത് ശമാശം പൂർണ്ണമായും പട്ടംകൊടയ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയിലായിരിക്കും. നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവമായ ഓഗസ്റ്റ് മാസം 5-ാം തീയതി പൂർണ്ണ സന്യാസപട്ടവും 6-ാം തീയതി വൈദിക പട്ടവും നൽകിയതായ നമ്മുടെ കൈകളാൽ നൽകുവാനായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം 7-ാം തീയതി ഈ ദേവാലയത്തിൽ വെച്ച് വലിയ പള്ളിയിൽ ആദ്യ കുർബാന അർപ്പിക്കുവാനായിട്ടും ശമാസിനെ പ്രത്യേകം അനുവദിക്കുകയാണ്. ഗായന്മാരും വൈദികരും ഇവിടെയുണ്ട്. തുടർന്ന് ജയ്പൂരും എല്ലാം ശമാസി കുർബാന അർപ്പിക്കുവാനുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. പിതാവേ,
വേദപുസ്തകമാണ്. അത് പ്രത്യേകമായിട്ട് കൊണ്ട് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നു.
ഈ സമയത്ത് ഒരു വാക്ക് നന്ദി അർപ്പിക്കുവാനായിട്ട് ഇവരുടെ അസോസിയേറ്റ് വികാരി ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ നന്ദി അറിയിക്കുന്നു. ഭാഗത്തുകൂടി നിർവാഹിതരായിരിക്കുന്ന ഈ വിലക്കപ്പ് മണവാട്ടിക്കും വലിയപള്ളിയുടേതായ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാഹാവകാശം നടത്തി പൂർത്തീകരിച്ച് ഈ നവവധുവിനെ അനുഗ്രഹിച്ച അഭിമന്യ നമ്മുടെ ഇടവമെത്രാപ്പൊലിത്തരായിരിക്കുന്ന ഡിസ്ഗ്രേസ് ഡോക്ടർ ദീപകൃഷ്ണനുള്ള നന്ദി സ്നേഹവും ഈ അവസരം കുടുംബനാമത്തിലും ഇടവയുടെ നാമത്തിലും അറിയിക്കപ്പെടുന്നു. ഇവിടെ കടന്നു വന്ന ഈ വിവാഹാവകാശിയെ സംബന്ധിച്ച് സഹോദര സഹോദരി ചർച്ചസിലെ എല്ലാ വികാരിമാരും വൈദികരും അതോടൊപ്പം തന്നെ അഹമ്മദാബാദ് സെന്റ് മേരീസ് കാത്തഡ്രലിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വൈദികരും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്നിരിക്കുന്ന വൈദികരും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും ഷമ്മാശന്മാർക്കും ശുശ്രൂഷകർക്കും എല്ലാവർക്കുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിവാഹാവകാശിയെ സംബന്ധിക്കുവാൻ കടന്നു വന്ന മണവാട്ടിയുടെ സെറ്റിന് കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും മണവാളുടെ ഷമ്മാശന് കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരുമുള്ള ഒരുപാട് നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ വിവാഹാവകാശവും എതിർപ്പുള്ളതുമായി നമ്മളോടൊപ്പം സംബന്ധിച്ച ഈ ഇടവകയുടെ വലിയപള്ളിയുടെ കോയർ സംഘത്തോടുള്ള എല്ലാ നന്ദി. എല്ലാവരും താഴെ ഓഫീസിൽ കോഫി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകണമെന്നും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. Maria
പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയാ നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം മഹാസംഗമം കിരീട മഹാധാരണം യഹോവയിൻ കനിവിൽ അരുളാം കൃപാമംഗളം മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ നിന്നായുസിന്നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ നിന്നായുസിന്നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ നീ നീസാൻ പൂ നീ പനിനീർ സുഗന്ധമോ പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയായി നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം പാവനമാം മംഗല്യം സ്രഷ്ടാവിൻ സമ്മാനം ഐശ്വര്യ സമ്പൂർണമാ മാധുര്യ സ്വപ്നങ്ങൾ പൂവണിയും ഫലമാകും സൗഭാഗ്യകാലങ്ങൾ നാഥൻ നൽകിയിടും അണിയിപ്പിൻ പ്രിയരേ ഈ സുഗന്ധഹാരങ്ങൾ ഹൃദയങ്ങൾ കൈമാറും പൂവിൻ ചെണ്ടുകൾ വരമേകുമീശ്വരൻ ശുഭകാലമേകിടും എന്നായുസിന്നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ എന്നായുസിന്നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ നീ നീസാൻ പൂ നീ പനിനീർ സുഗന്ധമോ പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയായി നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം വിനയത്തിനാഭരണം അണിയുമ്പോൾ സുന്ദരിയായി മാറുന്നു മണവാട്ടി നീ വിശ്വാസതീവ്രതയിൽ അന്യോന്യം പങ്കിടുകിൽ സന്തോഷ സുദിനങ്ങൾ നാഥൻ നൽകിയിടും ആനന്ദം നിറയുന്നൊരു ഭവനം വാഴുവാൻ ആഹ്ലാദത്തിരയിൽ തിരുസ്നേഹം പങ്കിടാൻ സ്വയമേകി വാഴ്ത്തുവിൻ കരുണാർദ്രനീശനെ എന്നായുസിന്നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ എന്നായുസിന്നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ നീ നീസാൻ പൂ നീ പനിനീർ സുഗന്ധമോ പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയായി നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം മഹാസംഗമം കിരീട മഹാധാരണം യഹോവയിൻ കനിവിൽ അരുളാം കൃപാമംഗളം മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ
എന്നായുസിന്നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ, എന്നായുസിന്നാളിലെന്നുമേ തുണയാകുവാൻ വന്ന പ്രാണനെ, നീ നീസാൻ പൂ, നീ പനിനീർ സുഗന്ധമോ, നീ നീസാൻ പൂ, നീ പനിനീർ സുഗന്ധമോ, നീ നീസാൻ പൂ, നീ പനിനീർ സുഗന്ധമോ. ചിറകാർന്ന മൗനം ചിരിയിൽ ഒതുങ്ങി, മനസമ്മതം നീ മിഴിയാലെയോതി, കളിവാക്കു ചൊല്ലി കരളിൻ്റെ ഉള്ളിൽ ഒരു പാടുനാളാ ഇതിയാനുമുണ്ടേ, തിങ്കൾ തുളുമ്പും അഴകിൻ തടങ്ങളിൽ വിരലോടിയാൽ നീ വിടരും കൽഹാരം, ചിറകാർന്ന മൗനം. ഹൃദയം കവർന്നു അഴകുള്ള നാണം, ഷാരോൺ കിനാവിലെ മാതളം പൂത്തു, പ്രേമം പകർന്നു അഭിഷേകതൈലം സീയും തടങ്ങളിൽ സൗരഭ്യമൂർന്നു, എൻ ശ്വാസവേഗം മളകങ്ങളാടി, അതരം കവർന്നു മാധുര്യതീർത്ഥം, ചിറകാർന്ന വൃന്ദാവനമുണ്ടോ രാധേ നീയില്ലാതെ, മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ, ഹരിമുരളിക പാടി ഗോപാംഗനയോടായി നീയില്ലാതിനിയുണ്ടോ,
സന്ധ്യകൾ പകലുകൾ ഇരവുകൾ വൃന്ദാവനമുണ്ടോ രാധേ നീലാതെ മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ ഏതോ പുളകിതരാവിൽ പ്രണയികളായി നാം തനിയെ തമ്മിൽ കണ്ടു ഏതോ മദകരരാവിൽ രസഭര മധുരം തേടി നമ്മൾ തമ്മിൽ പാലപ്പൂമണമുണരുമ്പോൾ പാർവണമൊരു പാലാഴി ചാരേ ചിരിയുടെ ഇളമഴ പൊഴിയുമൊരഴകായി നീ വൃന്ദാവനമുണ്ടോ രാധേ നീയില്ലാതെ മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ വിണ്ണിൽ തമ്പുരുമീട്ടി അനുരാഗിലമായി പാടി ഗന്ധർവന്മാർ രാവിൻ ഏകാന്തതയിൽ കിന്നര വീണ മന്ത്രം തേടി നമ്മൾ നെഞ്ചിൽ പടരുമൊരുന്മാദം മന്മഥരതി സല്ലാപം ദൂരെ നിഴലും നിലാവും വാരി പുണരുന്നു വൃന്ദാവനമുണ്ടോ രാധേ നീയില്ലാതെ മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ ഹരിമുരളിക പാടി ഗോപാംഗനയോടായി നീയില്ലാതിനിയുണ്ടോ യദുകുല സന്ധ്യകൾ പകലുകൾ ഇരവുകൾ വൃന്ദാവനമുണ്ടോ രാധേ നീയില്ലാതെ മുരളീരവമുണ്ടോ യമുനേ നീ അറിയാതെ Good evening to all of you. Mr. M. Chako and ഫാമിലിയുടെ പേരിൽ എല്ലാവരെയും ഈ റിസപ്ഷൻ പാർട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നവവധൂവരന്മാർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരു കൈയടിച്ച് ഒന്ന് ഇപ്പോൾ സെന്റ് ഗ്രിഗോറിയോസ് വലിയ പള്ളി ഓർത്തഡോക്സ് വികാരി ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ പ്രാർത്ഥിച്ച് നമ്മുടെ റിസപ്ഷൻ പാർട്ട് ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം.
വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവിനെ ഈ നല്ല സന്ധ്യാസമയത്തെ ആദ്യം സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട സുഭാഷനും പ്രിയപ്പെട്ട വധുവിനും വേണ്ടി ഹൃദയമായിട്ട് നിങ്ങൾ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണമേ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ സേവിക്കുന്ന ദോഷവാദ പോലെ അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ കുടുംബജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് മാറാകണമേ. അവിടുത്തെ തിരുസാന്നിധ്യം ഈ മക്കളുടെ മേലിരിക്കണമേ. ഏർപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തോടുകൂടി ഇരുന്ന് ധന്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളും നല്ല ബന്ധത്തിൽ ആയിത്തീരുവാനും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാൻ ഇടയാക്കണമേ. ഈ ചടങ്ങിനായി വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ ചടങ്ങൊക്കെ അനുഗ്രഹപ്രദമായി തീരണമേ. കുടുംബജീവിതം ധന്യമായി തീരണമേ. പിതാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ബഹുമാനപ്പെട്ട ജോർജ് ജോസച്ചൻ, പ്രിയപ്പെട്ട മണവാളൻ ഷമ്മാശന്റെ കൊച്ചപ്പനാണ്. അച്ഛന് ഇന്നത്തെ ഈ റിസപ്ഷനിലെ ചടങ്ങുകളുടെ ബാക്കി കാര്യങ്ങൾ അച്ഛനെ നടത്തുവാനായിട്ട് ഈ സമയത്ത് ബഹുമാനപ്പെട്ട വൈദികരെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും വധുവിൻ്റെയും വരൻ്റെയും പേരിൽ ഒരു പ്രാവശ്യം കൂടെ ഈ സന്ധ്യയിലെ റിസപ്ഷൻ പാർട്ടിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇവർക്ക് കുടിക്കാനായിട്ട് കരുതിയിരിക്കുന്നത് കൊടുക്കാം. വധുവും വരനും സ്വീകരിച്ച് ഇപ്പോൾ ഇളനീര് കുടിക്കുന്നതാണ്. ബന്ധപ്പെട്ടവർ രണ്ട് ഭവനങ്ങളിലെയും അമ്മമാർ മുമ്പോട്ട് വന്നാണ്. നവദമ്പതികൾ ഒന്നിച്ചുള്ള ജോയിന്റ് ആയിട്ടുള്ള വെഞ്ചർ ഇപ്പോൾ ദീപം തെളിയിക്കുന്നതാണ്. കുടുംബജീവിതം കർത്താവിന്റെ കൃപയാൽ ഏറ്റവും പ്രകാശിതമായ തീരത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ചേർന്ന് ഇപ്പോൾ നിലവിളക്ക് തെളിയിക്കുന്നതാണ്. അമ്മമാരെ ദയവായിട്ട് അവരെ സഹായിച്ചാൽ. അമ്മമാരോട് ചെയ്യാം. അതെ, ദൈവികമായ പ്രകാശം ഈ പ്രിയപ്പെട്ട മക്കളുടെ കുടുംബജീവിതത്തിലെ ശോഭിപ്പാനോ ദൈവ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ആവശ്യം കൂടെ അവരെ കൈയടിച്ച് എല്ലാ ആസക്തം അറിയിക്കുക. എബിയുടെയും ലിൻസിയുടെയും കുടുംബജീവിതം ദൈവകൃപയുടെ നിറവിൽ എപ്പോഴും ഭദ്രതമായ പ്രത്യേകത ഒന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കുക. ഇപ്പോൾ ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്യുന്നതാണ്. പേര് ചേർത്ത് സഹായിക്കാം, ചേർന്നതാണ്. പരസ്പരം മധുരം പങ്കുവയ്ക്കുന്നതായിട്ടുള്ള അവസരം ഇത്
ഞാൻ ഈ സ്റ്റേജിലേക്ക് സുമാഷിൻ്റെ ബ്രദർ ഫാമിലി, അതുപോലെ തന്നെ ലിൻസിയുടെ ബ്രദർ ഫാമിലി അവരെ ക്ഷണിക്കുന്നു. ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ആദ്യം നമ്മുടെ ഡീക്കിനെയും നോവത്തുവിനെയും പരിചയപ്പെടുത്താനായിട്ട് ഒരു നിമിഷം ഞാൻ എടുക്കട്ടെ. ദൈവത്തിൻ്റെ നാമം എന്ന് മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ ഒന്നിച്ച് ഇവിടെ ദൈവനാമത്തിൽ കൂടുവാൻ ദൈവം നല്ല അവസരം ഒരുക്കിയല്ലോ. വിശേഷാൽ വിശുദ്ധമായ വിവാഹ പ്രദാശയിൽ വ്യാപരിച്ചതാ ദൈവകൃപയെ ഓർത്ത് ദൈവം നന്ദിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ എനിക്ക് ഈ ഒരു നിയോഗം വളരെ വൈകി ലഭിച്ചതാണ് എന്ന് അറിയിക്കട്ടെ. ഈ സമയത്ത് ഈ പ്രിയപ്പെട്ട നമ്മുടെ ഈ സന്ധ്യയിലെ ഹീറോ ആൻഡ് ഹീറോയും രണ്ടുപേരെയും അതിനെ പരിചയപ്പെടുത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഓഫീസറിൽ ഞാൻ നമ്മുടെ ഡീക്കൻ്റെ മമ്മിയുടെ സഹോദരിയുടെ ഭർത്താവാണ്. എൻ്റെ പേര് ജോൺ ജോസ്. ഞാനിപ്പോൾ മാവേലിക്കരയ്ക്കടുത്ത് കരിപ്പിട മാപ്പയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഈ ഒരു നിയമം എന്നെ ഏൽപ്പിച്ചതായിട്ട് പ്രിയപ്പെട്ട നന്ദി സ്നേഹവും ഇതെല്ലാം ഞാൻ പ്രകാശിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ശമാശൻ യവി ഈ പ്രദേശത്ത് വെറുമായാലും ജനിച്ചു വളർത്തപ്പെട്ടതായ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് ഞാൻ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കൂളിങ്ങിന് ശേഷം എംബസി ലീഡർഷിപ്പിൽ നിന്ന് ധരിച്ചത് അദ്ദേഹം BA ഡിഗ്രി നേടിയിട്ടുണ്ടായി. Responding to God's divine call, he joined for Bachelor of Divinity, BD degree at Nagpur Orthodox Theological Seminary in 2012. After completion of BD degree, he was ordained as a deacon of Malangara Orthodox Church, especially for Ahmedabad Diocese last year. In the near future, he is going to pursue his master's degree in Syriac at Kottayam. He owes much to Mar Gregorios Orthodox Valiyapalli Baroda for his Christian nurturing, his faith edification, and for his ministerial formation. His home parish is Mar Basilis Gregorios Orthodox Church, Chennakara, Mavelikara. His ordination is going to be happen next week, that is August 6th. He is going to be ordained as a full Kasisha in Orthodox Church. Deacon Levi is a lovely person with a deep commitment to Lord and deep dedication to the Christian ministry. Deacon's പ്രിയപ്പെട്ട പേരൻസിനെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. Deacon Supapapa Chako M. He was with the IPCL Baroda for many years, and he was a very active participant in the parish and also the church diocesan level programs. His mother, Chosama Chako, she was working with the St. Basil School for many years, and last year she got retired, and she is a very efficient lay leader, especially in the women group, in the local parish level and also in the diocesan level. Privada Eviude Evisamachan Sahodis Sajan Chako has taken his MBA, and also he is a software developer from NIIT, and now he is running his own business. Sajan Chako's wife, Frida Sajan, she is now working at Bibjo High International School as mathematics teacher. This evening's heroine is Mrs. Lindsay Thomas. She has taken his MBA. She is in the final semester of MBA, and she belongs to the Mother Church of Jaipur.
She is very active in the choir as a choir member. Lindsay's papa, Thomas L., he was with the Bureau of Rajasthan government and now he is got retired and he is hailing from Karavado near Kullu. Lindsay's mummy, Annama Thomas, is a gazette officer working at Jaipur and she hails from Kaleburam near Kottarakara. Lindsay's brother, Nindo Thomas, is here. He is now working with the Barclays Bank at Noida and Lindo's wife, Princey Lindo, is also joining in this evening with us. ഈ സമയത്ത് പ്രിയപ്പെട്ട ലിൻസിയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുക മാത്രമല്ല എല്ലാ നന്മകളും സമയത്ത് ഡീക്കനും അതുപോലെ തന്നെ ലിൻസിക്കും നേരുകയും ചെയ്യും. Ravi and Lindsay, arithmetically 1 plus 1 is 2. But before God, especially in Christian marriage, 1 plus 1 is a big one. മലയാളത്തിൽ വൈക്കം മുഹമ്മദ് വന്ന് പറഞ്ഞിട്ടുണ്ട്, 1 അധികം 1 എന്ന് പറയുന്നത് ഇത് വലിയ ഉമ്മണി വലിയ 1. ദൈവം മുൻപാകെ നിങ്ങൾ ഒന്നാണ് എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. You are no longer 2, but you are 1. In the mind, spirit and in the vocation, think that you are 1. Lindsay is going to be a Cristiano in the near future. That is going on. That event happens on August 6th. ഇന്ന് കേട്ടത് പോലെ ക്രിസ്ത്യാനോ എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ പുത്രിയാണല്ലോ. അതുകൊണ്ട് ദൈവം നമ്പരാൻ എല്ലാ തരത്തിലും ഉടമ്പടി പുത്രിയായിട്ട് ലിൻസിയെ ഉയർത്താൻ തക്കോണം ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. God bless you to be a daughter of covenant in every respect. On behalf of all who are gathered here, I wish our deacon, Debbie and Lindsay, may God bless you both abundantly for the glory of God and for the extension of God's kingdom. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ രണ്ടുപേർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും മംഗളങ്ങളും നേരുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് കെട്ടുപണിക്കായിട്ടും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തക്കോണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കത്തോളം ഒരു ദിവസം കൂടെ പ്രാർത്ഥിക്കാൻ നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രിയപ്പെട്ട സന്തോഷച്ചൻ ഇപ്പോൾ സാമച്ചൻ പ്രാർത്ഥിക്കുന്നതാണ്. ലിൻസിയുടെ ജയ്പൂരുടെ വികാരി അച്ഛനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഭക്ഷണത്തിനായിട്ട് പ്രാർത്ഥനയും അച്ഛൻ നിർവഹിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, ഈ ഒരു സന്ധ്യ കൂടി അവിടുന്ന് ഞങ്ങൾക്ക് ദാനം നൽകിയതാവത്ത സ്തോത്രം. കർത്താവേ, പ്രിയ ശുമാശനെയും പ്രിയ ലിൻസിയെയും തൃക്കൈയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ജന്മം മുതൽ ഇതുവരെ കൂടെ ഇരുന്ന് കർത്താവെ അവിടുത്തെ കൃപയിൽ പരിപാലിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് നിന്റെ മക്കൾ വിശുദ്ധ കുദാശയിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുവല്ലോ. കർത്താവെ, ആരാധനയിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, നേതൃത്വം നൽകിയ തിരുമേനിക്കായി, പട്ടക്കാർക്കായി, ശുശ്രൂഷകർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പങ്കുചേരുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. എല്ലാം ഇതുവരെയും അവിടുന്ന് അനുഗ്രഹമാക്കി തീർത്തതവർക്ക് സ്തുതിക്കുന്നു. കർത്താവെ, ഇവരിന്നും സൽക്കാരങ്ങളും അനുഗ്രഹമാക്കി തീർക്കണം. നിന്റെ മക്കളുടെ കുടുംബജീവിതവും അനുഗ്രഹവും ധന്യമായി തീരണം. ഇരു ഭവനങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും ധന്യമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ധരിക്കണമേ. കർത്താവെ, സന്ധിക്കായി സ്തോത്രം. ഒരുക്കിയിരിക്കുന്ന ആഹാരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, നന്ദിയോടുകൂടെ ഭക്ഷിച്ച് അവിടുത്തെ കൃപയിൽ ബലപ്പെടുവാൻ ഇടയാക്കണമേ. യേശു മിശിഹ മൂലം കൃപയുടെ പ്രാർത്ഥന കേൾക്കണമേ. കപ്പൽസിനെ ചെയ്യാനായിട്ടുള്ള സമയമായിട്ട് എടുക്കുക. അതിനുശേഷം അതേ സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന റൈറ്റ് സൈഡിലായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഫുഡ് സൗകര്യം പോലെ അത് എടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഈ സമയം ഏറ്റവും റിലാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ തോന്നണം. പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ആശംസകളും എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചെയ്തു.
തണലിന് താഴെ ഞാനിനി അലിയാം കനവുകളാൽ നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാൽ കണ്ണുകളാൽ മനസ്സിൻ മൊഴികൾ സ്വന്തമാക്കി നമ്മൾ നീലജാലകം നീ തുറന്ന നേരം പകരാം ഹൃദയമധുരം പ്രണയാർദ്രമാ നീയാം തണലിന് താഴെ ഞാനിനി അലിയാം കനവുകളാൽ നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാൽ കാറ്റുപാടും ആഭിരിരാഗം മോദമായി തലോടിയോ നേർത്ത സന്ധ്യാമേഘങ്ങൾ നിന്റെ നെറുകയിൽ ചാർത്തി സിന്ദൂരം നിറമോലും നെഞ്ചിൽ ഒരു തുടി താളം തഞ്ചും നേരം താരം പൂവും തേടുവതാരോ താരത്തിരുമിഴിയോ എന്നാളും നാം ഒന്നായി കാണും പൊന്മാനം ചാരത്തന്നേരം കൂട്ടായി കാണും നിൻ ചിരിയും നീയാം തണലിന് താഴെ ഞാനിനി അലിയാം കനവുകളാൽ നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാ കൂട്ടു തേടും തൂവനതീരം മീട്ടിടുന്നഴകാം സ്വനം ശരത്കാലവാനം ചാർത്തി വന്നു നേർത്ത മഞ്ഞിൻ വെൺചാരം കരിവൂറും മണ്ണിൽ ഒരു തിരിനാളം കൈത്തിരിനാളം ഞാനും നീയും ചേരും നേരം നിറപ്പൂത്തരിനാളായി എന്നാളും നാം ഒന്നായി പടവുകളേറുമ്പോൾ ദൂരെ തെളിവാനം നേരുന്നു നന്മകളൊളിയാലേ നീയാം തണലിനു താഴെ ഞാനിനി അലിയാം കനവുകളാൽ നിൻ സ്നേഹമഴയുടെ ചോട്ടിൽ ഞാനിനി നനയാം നിനവുകളാ അരികെ നിന്നാലും അറിയുവാൻ
അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം? വെറുതെ ഒരു വാക്കി പറയുവാനാവുമോ? കൺകളിൽ കൈതൊടും പുതുനക്ഷത്രമോ സൗരഭം വിതറിടും മധുവാസന്തമോ? ഇരുമാനസങ്ങളെ ചേർത്തിടും ഒരു നേർത്ത തന്തുവാണോ? നറുചിപ്പി തന്നിൽ നിറയുന്നതാം അമൃതിന്റെ ആഴിയാണോ? സ്നേഹമെന്തെന്നു തേടി നാം ഇന്നുമേ അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം? വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ? താനെ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നു മൊഴുകുന്നതോ? സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ. തിങ്കളിൻ തോപ്പിലെ കലമാൻ പേടയോ? മുന്നിലെ മരുവിലെ ഇളനീർപ്പന്തലോ? മണിമിന്നൽ പോലെ ഒളിമിന്നിടും ഒരു മായ മാത്രമാണോ? അതു വാക്കിലൂടെ ഒഴിയാടുവാൻ കഴിയാത്ത ഭാവമാണോ? സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ. അരികെ നിന്നാലും അറിയുവാനാവുമോ സ്നേഹം? വെറുതെ ഒരു വാക്കിൽ പറയുവാനാവുമോ? താനെ വന്നു നിറയുന്നതോ നെഞ്ചിൽ നിന്നു മൊഴുകുന്നതോ? സ്നേഹമെന്തെന്നു തേടി നാം എന്നുമേ. ലലലലാലാ, ലലലാ, I see a hero in you. I see my hero in you. I see a hero in you. You're my hero. Yeah, yeah, yeah. നിലാ നിലാ മിഴിയേ, നിലാ നിലാ മൊഴിയേ, ഒളിയമ്പിനെയരുതേ ഇനി എൻ്റെ സുന്ദരിയേ. നിലാ നിലാ മിഴിയേ, നിലാ നിലാ മൊഴിയേ, നിലാ നിലാ മിഴിയേ, നിലാ നിലാ മൊഴിയേ, ഒളിയമ്പിനെയരുതേ ഇനി എൻ്റെ ജന്മസഖി. I see a hero in you. I see my hero in you.
ഞാനല്ലേ ഞാനല്ലേ നിന്മാരൻ നറുനില നില മിഴിയേ നില നില മൊഴിയേ ഒളിയമ്പിനെഴുതേ ഇനി എന്റെ ജന്മ സഖിയേ. ആത്മാവിൻ തളികയിലെങ്ങും നല്ല പാതി മലരാവാൻ വന്നു നീ മഴമേഘത്തലമുടിയോടെ എന്നെ ഒന്നു പുണരാനായി നിന്നു നീ നിറമാടും മാരിവില്ലേ അരികിലോ നീയല്ലേ നീയല്ലേ മായാതെ ഇളനിലാ